സർവമംഗളമംഗളേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ നമോസ്തുതേ. ശ്രീമദ് ദേവി ഭാഗവതം 9-ാം സ്കന്ധം 11-ാം അധ്യായം. നാരദൻ പറഞ്ഞു, ഭൂദേവി തന്നുപാഖ്യാനം കേട്ടേൻ അതിമനോഹരം ഗംഗധൻ ജന്മകഥയും ചൊല്ലനീയ വേദവിത്തമാണ്. വിഷ്ണു സ്വരൂപരാസ്വരൂപയായ വിഷ്ണുപതിയായ സുരേശ്വരി ജനിച്ചാൾ. ഭാരതം തന്നിൽ സരസ്വതി ശവിക്കയാൽ എമ്മട്ട് ഏത് യുഗത്തിങ്കൽ ആരാധിച്ചാൽ പോയത് ഗംഗ. ആ പുണ്യകഥകൾ ശ്രീനാരായണൻ പറഞ്ഞു, പണ്ടുണ്ടായിരുന്ന വംശത്തിൽ സകലാധനേശ്വരൻ വൈദർഭേ ശൈവ്യ ഈ രണ്ടും കുലവർദ്ധനായി ശൈവ്യരാജ്ഞികൾ അസമഞ്ജസ് എന്ന പേരിൽ അതികോമളകത്രനായി വൈദർഭയും ശ്രീ ശിവനെ ഭജിച്ചാൾ. പുത്രവാഞ്ഛയാൽ അവൾക്കും ഗർഭമുണ്ടായി. ഹരതന്റെ വരത്തിനാൽ പെറ്റാൾ. ഒരു ശതാബ്ദത്താൽ മാംസപിണ്ഡത്തെ ഒന്നവൾ വാവിട്ടുകേണാൾ. ശിവനെ അണഞ്ഞു. വിപ്രവേശത്തിൽ തൽസമീപം തഥാ ശിവൻ 60,000 തുണ്ടായി ഖണ്ഡിച്ച പിണ്ഡം ആ ശിവൻ വേനൽക്കാലത്തു നട്ടുച്ചക്കെടും മകൻ കണക്കിനെ തേജോ വീരങ്ങളോരോ തുണ്ടുമോരോ കുമാരനായി ഭസ്മമായി പോയതവരെ അവർ ആ കപിലർഷി ശപിക്കയാൽ ആ വാർത്ത കേട്ടു സകലം കേണു വരുമ്പൊക്കാട് പോയിനാൻ. തൽപുത്രൻ അസമഞ്ജസു ഗംഗയെ കൊണ്ടുപോലും 1,00,000 വർഷം തപം ചെയ്തു മരിച്ച കാലത്തവേ തൽപുത്രനാം അംശുമാനും ഗംഗയെ കൊണ്ടുവന്നിടാൻ 1,00,000 വർഷം തപം ചെയ്തു മരിച്ച കാലത്തവേ തൽപുത്രൻ അത്രേ ഗുണവാൻ ഭഗീരഥൻ ഗിരീശ്വരൻ വിഷ്ണുഭക്തൻ മഹാഭാഗവതൻ മരണമറ്റവൻ ഗംഗയെ കൊണ്ടുവരാ 1,00,000 വർഷം തപസ്സവം ചെയ്തു കണ്ടാൽ കോടി സൂര്യപ്രഭതൂകുന്ന കൃഷ്ണനെ ഗോപാല സുന്ദരി രൂപം പൂണ്ട ഗോപാല ബാലകൻ വിഭുജൻ വേണുഗോപാലൻ ഭക്താനുഗ്രഹ വിഗ്രഹൻ സ്വേച്ഛാമയ പൂർണ്ണപരം ബ്രഹ്മരൂപൻ സനാതന ബ്രഹ്മവിഷ്ണുഹരന്മാരും മുനിമാരും നമിക്കുവോ നിർലേപൻ നിർഗുണൻ സാക്ഷിരൂപൻ ചിന്മയനീശ്വരൻ പുഞ്ചിരി പഠിക്കുന്നു ഭക്താനുഗ്രഹകാരണൻ തീപോൽ ശുദ്ധം മഞ്ജളാടമുണ്ടോ രക്തവിഭൂഷിതൻ ഏവം ആ കൃഷ്ണനെ കണ്ടു വീണു ഗോപീന്ദ്രവാദിപവാദിമൻ ദിവ്യസ്തവങ്ങളാൽ വാഴ്ത്തി പൂർണ്ണയിൽ കൊണ്ടമേയുമായി സ്വംശോദ്ധാരണത്തിനായി അയത്നം വാങ്ങിന വരം വാണീശാഭക്തിനാൽ ഗംഗയെ ഭാരതത്തിൽ ഗമിച്ചു നീ എന്നാജ്ഞയാൽ ശുദ്ധരാക്കു സകലാദ്രുതം നിന്നെ തരോടുമക്കാറ്റു തട്ടി സദ്ഭൂതരായവർ എൻ മന്ദിരത്തിൽ പോരട്ടെ തേരിൽ എൻ രൂപമാർന്നുടൻ ജന്മത്തോറും ചെയ്ത കർമ്മഭോഗമെല്ലാം കടന്നവർ
എൻ പാർശ്വനാരാത്തിരുമെന്നും ദുഃഖഹീനരായി ഗംഗയാറിന്റെ കാറ്റേറ്റാൽ കോടി ജന്മങ്ങളായി നരർ ചെയ്ത പാപങ്ങളും പോലും എന്നായി വേദങ്ങൾ ചൊല്ലുകയാ സുഹൃതം ഭക്തിരട്ടിക്കും കണ്ടാലും തൊട്ടാലും എങ്കിലും ഉലയ്ക്ക പോലെ മുങ്ങിയാലോ സാധാരണ 100 കോടി ജന്മപാപം നടക്കില്ലാതെയായിടും ബ്രഹ്മകഥയാതെ പാപങ്ങൾ അറിഞ്ഞും കൊണ്ട് മാനവർ അസംഖ്യ ജന്മങ്ങളായി ചെയ്തിരിക്കലും ഒക്കെ നശിക്കുമാകയാറിൽ വടിമൂലൊന്നു മുങ്ങുകയും ശുഭനാടുകളിൽ ഗംഗാകുകൾ ഉണ്ടാകും ഓതുന്നു വേദം ബ്രഹ്മാസുരം ശക്തിയത്തോർ മുഴുവൻ ഓതുവാൻ സങ്കല്പനം കേൾക്കുക സുന്ദരി സങ്കല്പത്തോടുള്ള കുളി 10 ഇരട്ടി ഗുണം തരും പുണ്യം 30 ഇരട്ടി സംക്രാന്തി ദിവസങ്ങളിൽ അതുപോലെ ദക്ഷിണായനത്തിലിരട്ടിയും അതിലും 10 ഇരട്ടിക്കും ഉത്തരായണമാവുകയും ചാതുർമാസ്യത്തിലും പൗർണമിക്കും അക്ഷയും അമ്പലമും നവമിക്കും അതിനൊപ്പമേവമോ തോന്നുന്ന സ്നാനദാനാദിയാൽ ചെയ്താൽ പുണ്യമനന്തമാം മന്വന്തരാദിത്യതയിൽ യുഗാദിത്യതയെങ്കിലും ഭീഷ്മാഷ്ടമിക്കുമാ മാഘശുക്ലസപ്തമിയെങ്കിലും അശോകാഷ്ടമിയിൽ രാമനവമിക്കും നടത്തുകിൽ സാമാന്യനാളിൽ ചെയ്തതേക്കാൾ 100 ഇരട്ടിച്ചിടും ബലം അതിലും ദുരിതം പുണ്യം പ്രതിപദത്തിലും യുഗായുഗാദ്യാദി സമം പുണ്യം ദ്രസ്രാദിശമിൽത്തദാ വാരുണിക്കും 4 ഇരട്ടി മഹാവാരുണിയെങ്കിലും മഹാവാരുണിയിൽ അതിലും 4 ഇരട്ടിയും ചന്ദ്രോപരാഗ സ്നാനത്തിൻ ബലം കൂടിയിരട്ടിയും അതിലും 10 ഇരട്ടിക്കും സൂര്യഗ്രഹണനാളുകളിൽ അർദ്ധോദയ സ്നാന ബലം അതിലും 100 ഇരട്ടിതാൻ ഭഗീരഥൻ തന്റെ മുമ്പിൽ ഗംഗയോടവേ ഭക്തിയാകും വിട്ടുഹരിയോടോ ദിനാൽ ഗംഗ ഇങ്ങനെ വാണി ശാപത്തിനാൽ നിന്നജ്ഞയാലും ജഗപ്പരേ ഇവന്റെ തപസ്വാനം ഗമിപ്പാൻ ഭാരതത്തിൽ ഞാൻ എന്നിൽ കുളിക്കും പാപിഷ്ടമാർഗൻ പാപങ്ങളൊക്കെ എന്നിലായി വരും എന്തും ദുർഭാഗ്യം അത് നോക്കുവാൻ എത്ര കാലം കൃത്യമായി ഞാൻ ഭാരതത്തിൽ വസിക്കണം എന്നും ഞാൻ ശ്രേഷ്ഠമാകും വിഷ്ണുപദം വീണ്ടും അണഞ്ഞിടും മറ്റ് അഭീഷ്ടങ്ങൾ അറിയുമല്ലോ സർവജ്ഞാനഭവായും നീ സർവവ്യാപി മഹാപ്രഭു ഭഗവാൻ പറഞ്ഞു നദിയായി വരും അവൻ എന്റെ അംശരൂപൻ നീയോ ലക്ഷ്മി സ്വരൂപിനെ വിദഗ്ധൻ തൻ സംഘമെന്നും ഗുണപ്രദം ഭാരതത്തിൽ പാരതി തൊട്ട് 6 ഒട്ടേറെയുണ്ടെങ്കിലും ലവണാദ്യപുരം സംഗമത്തിൽ സൗഭാഗ്യമേറിടും ഇന്ന് തൊട്ട് ഈ കലിക്ക് 5000 ആണ്ടുകളാം വരെ വാണീശാപത്തിനാൽ ഭാരതത്തിൽ താൻ നിവസിക്കുന്നേ നിത്യം നീ അബ്ദിയോടത്തോ രഹസ്യം ചെയ്തിടും രതി നീയോ രസിക ശ്രേഷ്ഠനാണവൻ ഭഗീരഥൻ സ്തോത്രം കൊണ്ട് ഭാരതവാസികൾ ഭക്തിപൂർവ്വം നിന്നെ വാഴ്ത്തും പൂജിക്കും അവരേവരും കണ്ണശാഖം ധ്യാനം കൊണ്ട് നിന്നെ നിരന്തരം കുമ്പിട്ട് വാഴ്ത്തുവാനുണ്ടാം അശ്വമേധപരദ്രുവം ഗംഗേ ഗംഗേ എന്നു 100 യോജനക്കപ്പുറത്തൊരാൾ ഉരയ്ക്കുന്നു പാപം വിഷ്ണുവിൻ പദം 1000 പാപിനെ കുറിച്ചുണ്ടാൻ പാപങ്ങളൊക്കെയും ദേവി ഭക്തനാൽ തൊട്ടാൽ മാത്രം പറന്നിടും പാപിഷ്ടമറ്റ ശവം തൊട്ടൊരു പാപം ദേവി മന്ത്രോപാസകന്മാർ കുളിക്ക് തീർന്നു കിട്ടിടും ആ സരസ്വതി തൊട്ട് അടുത്ത ഉത്തമങ്ങൾ 6 തുണി അങ്കുതൻ നമസിച്ചാലും ശാപമോക്ഷം
ദേവി കീർത്തനമുള്ളിടം പെട്ടെന്ന് തീർത്ഥമാ പാപി നിന്നീർക്കണങ്ങൾ തൊട്ടാൽ പാപഹീനനായി നേർത്തുള്ളിയുള്ള അത്രകാലം മണിദീപത്തിൽ മാറിയ നാമങ്ങളെയും ചൊല്ലിജ്ഞാന ഭക്തി പുരസ്സരം നിന്നിൽ പ്രാണം ധരിക്കുന്നവരണയും വിഷ്ണുതൻ പദം ഹരിതൻ പാർഷദന്മാരും മുഖ്യന്മാർ അനുഭവിച്ചവർ കാണാൻ സാധ്യാതീതമാകും പ്രാകൃത പ്രളയങ്ങളും മരിച്ചു ബഹുമുന്നത്താൽ നിന്നിൽ പ്രേതം ഒഴുക്കുകയിൽ നീ വാഴുകോളം അവൻ വൈകുണ്ഠത്തിൽ സുഖിച്ചിടും പല ജന്മങ്ങളും കൊണ്ട് പിന്നെ കർമ്മഫലങ്ങളെ ഭുജിച്ച് എൻ സാരൂപ്യമാർന്നു തീരും പാർഷദന സദാ നിൻ തണ്ണീർ തൊട്ടു തൻ ചാവാൻ ഇടയാകുന്നൊരഞ്ജനം അവസാരോഗ്യമേകം ഞാൻ ആശാമേകിടം നിന്നാനം ഓർത്തെങ്ങാനും പ്രാണൻ പൊക്കുന്നൊരുത്തനും സാരഥ്യമർന്നു പാണിയിടം ബ്രഹ്മാവ്യൻകാലമത്രയും ഭക്തിയാ നിന്നെ സ്മരിച്ച് അന്യദിക്കിൽ വെച്ച് മരിക്കുന്ന ശ്രേഷ്ഠരത്നവിമാനത്തിലേറി പാർഷദോത്തമൻ എത്രയോ പ്രളയക്കാലം ഞാൻ സാരൂപ്യമോടും ശുഭേ ഗോലോകത്തിൽ ചെന്ന് എനിക്ക് സമയം തന്നെ വാണിടം എൻ നൈവേദ്യം പൂജിപ്പോരും മന്ത്രോപാസകരം ദുരോ എങ്ങ് വെച്ച് മരിച്ചാലും അവർക്കിൽ ഒരു ഭേദവും ഭൂലോകം ശോധമാക്കാൻ അയജ്ഞമായി ശബ്ദരാ ശ്രേഷ്ഠരത്നവിമാനത്തിൽ ഭൂലോകത്തിലണഞ്ഞിടും എൻ ഭക്തവർഗങ്ങളും പശുവാദിവർഗവും വിമാനത്തിൽ താനടയും ദുർലഭം എങ്ങനെ അവരെ ഓർത്താലും വിജ്ഞാന ധന്യരായി എൻ ഭക്തിയാൽ ശുദ്ധരായും മുക്തരായും ഭവിച്ചിടും ഗംഗയോടിത്തരം ചെന്നു ഹരി ഭക്തിപൂർവം ഗംഗയെ നീവാ പൂജിച്ചു ഭഗീരഥൻ പിന്നെ കൗതുകോക്തസ്തവങ്ങളാൽ ധ്യാനിച്ചു വാഴ്ത്തി പൂജിച്ചു ഗംഗയെ പലമട്ടിലും പിന്നീട് ആ ഭൂപനം ഗംഗാ നദി നിർമ്മിക്കവേ ശ്രീകൃഷ്ണവർമ്മ ലോകനാഥൻ പറഞ്ഞുതേ ഭഗീരഥൻ ചെയ്ത ധ്യാന സ്തോത്രങ്ങളും തഥാ പൂജാ തന്നാലും വേദവിത്തമാ കുളിച്ചു നിത്യകർമാനന്തരം വെള്ളമുടുപ്പുകൾ ധരിച്ച് ഭക്തിയോടും വിഘ്നേശ്വരൻ വിഷ്ണു ശിവൻ ദേവി തൊട്ടോരെ ഈ ആറുപേരെയും സ്മരിച്ചു പൂജിക്ക് ഒരാൾ പൂജാധികാരിയായി വിഘ്നം പോക്കാൻ ഗജമുഖനെയും ആരോഗ്യമേകുവാൻ സൂര്യനെയും ശുദ്ധിയാകാൻ ശ്രീവളർന്നിടാൻ വിഷ്ണുവെ ജ്ഞാനമേകാൻ ശിവനെ സിദ്ധിയേക്കുവാൻ ശിവയെ സ്മരിക്കായിൽ വിപരീത പരമ്പരം ഗംഗാധ്യാനം കേട്ടുകൊള്ളുക നാരദ കന്മശാകുധ്യാനം പാപമെല്ലാം വെട്ടാമരമോൾ പാപനാശിനി ജാനകി കൃഷ്ണന്റെ ഇഷ്ടമുണ്ടായോ കൃഷ്ണോപമ പരൽപര ചെമ്പട്ടുതലും രത്നഭൂഷണങ്ങൾ മറന്നവൾ മുഴുവാദങ്ങൾ നൂറിൻ നല്ലടകം നന്ദകാസവത്തിലെന്ന് മുഖവും സൗഭാഗ്യസാര സർവസ്വ നാരായണ പ്രിയായ പിച്ചകപ്പൂമാലിയും ചന്ദന പൊട്ടിനപ്പോൾ സിന്ദൂരം പൊട്ടുമണിഞ്ഞവൾ ചിത്രമായി പൂങ്കവയിൽ പട്ടിക്ക് ധരിച്ചവൾ തൊണ്ടിപ്പടത്തിൽ സൂക്ഷ്മപോലും ചെഞ്ചൊട്ടിയൊത്തവൾ മുത്തുടിയെ വില്ലുന്ന നല്ലിൻ കാലിൽ ചോറുകൾ ചൊല്ലും കണ്ണും കടക്കും കുടളക്കവും കൂവളക്കായി ഒത്ത കട്ടിപ്പോർഗങ്ങളും ഉണ്ടവൾ വാഴത്തടത്തു തടിച്ചുരടിക്കുകയാണ്ടവളുമാകും പെണ്ണിന്റെ തരുന്നതായി ഇന്ദ്രൻ ചൂടനൂതാരപ്പൂവിൽ പൂവിൻ തേനായി മുകർന്ന ചുവന്നതായി ശിരസദ്ദർശമാർക്കുമെന്നും വകിപ്പതായി കുങ്കുമഞ്ചത്തെ ചമ്പന്തിച്ചാൽ അതിമനോജ്ഞമായി മോക്ഷ ഐശ്വര്യങ്ങളെ പ്രാർത്ഥിച്ചിടം പെണ്ണം കൊടുപ്പതായി രത്നപാതുകയാൽ ചെക്കൾ കാലമുണ്ടവൾ ഭക്താഭിഷ്ടങ്ങളെ കണ്ടവരെന്നവരുണ്ടായി വിഷ്ണു ലോകമടക്കുന്നവരാ വിഷ്ണുപതിയെ തൊഴ സതിയ ധ്യാനിച്ചു നാരദ 16 പൂജ നടത്തണം അതിന് ആസനാദികളും പാദ്യം സ്നാനീയം
അനുലേപനം ധൂപദീപദീപേദ്യതാംബൂലം പുൽമാരിയം വസനം ഭൂഷണം മാല്യം ഗന്ധമാചമനീയകം തൻകിടക്കും ഈ വണ്ണം നൽകിടക്കയും ഈ വണ്ണം 16 ഉപചാരവും നൽകിക്കും വിട്ടുകൈകൊപ്പി ഭക്തിപൂർവ്വ സ്തുതിക്കണം ഏവം പൂജയുള്ള അശ്വമേധ മുനേ നാരദൻ പറഞ്ഞു കേൾക്കുവാനുണ്ടാകും ലക്ഷ്മികാന്ത വിഷ്ണു ജഗൽപദേ ശ്രീ വിഷ്ണുവിൻ വിഷ്ണുപതി സ്തോത്രം പാപകരം ശുഭം നാരായണൻ പറഞ്ഞു പാപം പോക്കി സ്തോത്രം കേൾക്ക ചൊല്ലുമൾ ശിവഗീതത്തിൽ മൂർച്ഛിച്ച കൃഷ്ണൻ പോഷ ജനിച്ചതായ രാധാംഗദ്രവ സംയുക്തയാകുമ ഗോലോകം തന്നിലാ രാസമണ്ഡലത്തിങ്കലാദ്യമായി ശിവസർജനികൾ ജാതയായ ഗംഗയത്തുള്ള കൃത്തികാമോഹിനികൾ ആ ഗോപഗോപി സമാപിതം രാധാമഹോത്സവത്തിങ്കൽ ജാതയം ഗംഗയത്തുള്ള കോടി വിസ്താരവും ലക്ഷം കോടി യോജന നീളവും കൂടവും ഭൂലോകത്തിൽ വാഴും ഗംഗയെ പ്രണമിച്ചിടാം വിസ്താരത്തിൽ 6 ലക്ഷം ജനകത്തിരട്ടിയും കൊണ്ട് വൈകുണ്ഠത്തിൽ വാഴും ഗംഗയെ പ്രണമിച്ചിടാം 30 ലക്ഷം വിസ്തൃതിയാൽ നീളത്തങ്ങാതിരട്ടിയ ബ്രഹ്മലോകത്തിൽ വാഴുന്ന ഗംഗയെ പ്രണമിച്ചിടാം 30 ലക്ഷം വിസ്തൃതിയാൽ നീളത്താൽ 4 ഇരട്ടിയ ശിവലോകത്തിൽ വാഴും ഗംഗയെ പ്രണമിച്ചിടാം ലക്ഷം യോജന വിസ്താരം നീളത്താൽ 7 ഇരട്ടിയായി ധ്രുവലോകം ചുറ്റി വാഴും ഗംഗയെ പ്രണമിച്ചിടാം ലക്ഷം യോജന വിസ്താരം നീളം 5 മടങ്ങുമായി ചന്ദ്രലോകം ചൂർന്നു വാഴും ഗംഗയെ പ്രണമിച്ചിടാം 6,000 വീതി 10 ഇരട്ടി ചരിലമായ സൂര്യലോകം ചുറ്റുവാഴും ഗംഗയെ പ്രണമിച്ചിടാം ലക്ഷം യോജന വിസ്താരം 5 ഇരട്ടി നീളം ഏവം തപോലോകമാളും ഗംഗയെ പ്രണമിച്ചിടാം സഹസ്ര യോജനായ 10 ഇരട്ടിയായി ജലലോകത്തിൽ വാഴും ഗംഗയെ പ്രണമിച്ചിടാം 10 ലക്ഷം വിസ്തൃതിയും 5 ഇരട്ടിച്ച നീളവും മുകളിലോകമാളും ഗംഗയെ പ്രണമിച്ചിടാം വീതി കൊണ്ട് 1000 നീളം 13 ഇരട്ടിയും പൂണ്ട് കൈലാസമാണെന്ന ഗംഗയെ പ്രണമിച്ചിടാം 100 യോജന വിസ്താരം 1000 നീളം അങ്ങനെ സ്വർഗത്തിൽ വാഴുന്ന മന്ദാകിനിയാൽ ഗംഗയെ തൊഴാം 10 യോജന വിസ്താരം 100 യോജന നീളമായി പാതാളം വാഴുന്ന ഗംഗയെ തൊഴാം മാത്രം വീതി ഏതാനും എന്നങ്ങനെ ചടച്ചുമേ ഭാരതം വാഴും അളകനന്ദയെ തൊഴാം കൃതത്തിങ്കൽ നിറമുണ്ടാപുരത്തിൽ ചന്ദനഭൂരി മട്ടം ഗംഗയെ തൊഴാം കരയിൽ ഭാരതത്തിൽ ചലിക്കുമ്പോൾ സ്വർഗത്തിൽ ക്ഷീരാഭയായും വാഴുമ ഗംഗയെ തൊഴാം ഗംഗതൻ ഗർക്കണം തൊട്ട പാപയും ജ്ഞാനിയായി വരും നശിക്കും കോടി ജന്മോദ്ധം ബ്രഹ്മഹത്യാദി പാപവും 21 മദ്യങ്ങളേഴും ഈ ഗംഗതൻ സമം പരമ പാവനം പാപകരം ചൊല്ലേൻ ഈശ്വര ഈ സ്തോത്രം ചൊല്ലി ഗംഗയെ പൂജ ചെയ്യുകയിൽ പ്രാപിക്കും അശ്വമേധം പുണ്യം ഓരോ ദിനത്തിലും അപുത്രൻ പുത്രനാഥാകും ഭാര്യ സഭാരോഗങ്ങൾ തീരും രോഗിക്കുകയും ബന്ധനമായി വരും പുകളറ്റോ കീർത്തിമാന മൂർഖൻ വിദ്വാനുമായി വരും പ്രാതകാലത്തിൽ നിന്നിട്ട് സ്തോത്രം പഠിക്കുകയും ദുസ്വപ്നം പോയി ഗംഗയാറിൽ കുളിച്ചവരമാർന്നിടും ഗംഗാദേവിയെ ഈ വണ്ണം വാഴ്ത്തിപ്പാടി ഭഗീരഥൻ ഗംഗയെ കൊണ്ടുപോയി മണ്ണിൽ ചത്തോര സങ്കരാത്മജ ഗംഗാവായി സ്പർശമിട്ട് പോയിനാർ വിഷ്ണുവേഗവും ഭാഗീരഥിയായി എങ്ങനെ മോക്ഷതമാ ഗംഗോഭാഗ്യോത്തമം പുണ്യപ്രദം സാരഭൂതം ഇനി കേൾക്കേണ്ടതെന്തുവാ നാരദൻ പറഞ്ഞു ചോദിച്ചു ലോകഭാവനയ ഗംഗാദേവി ഉണ്ടായതെങ്ങനെ ഏത് ലോകത്തിൽ എമ്മട്ടിൽ എല്ലാം നീ പ്രഭു എന്ത് പുണ്യം ചെയ്തവരാണ് ആ ലോകത്തിലിടുന്നവർ വിസ്തരിച്ചൊക്കെ ഇങ്ങെന്നോടോ തോന്നണം നാരായണൻ പറഞ്ഞു രാധാമരാസവത്തിങ്കൽ കൃത്തിക പൗർണമാസിയിൽ രാസമണ്ഡലത്തിൽ കൃഷ്ണൻ പൂജിച്ചു രാധയെ കൃഷ്ണൻ പൂജിച്ചോർ വിളക്കിനെ പൂജിച്ചു ദൃഷ്ടരായി മാണാദികളും ആ ശൗനകാരും അന്നേരം ഗീതകലാദക്ഷയായ സരസ്വതി താളസുന്ദരം വീണഗാനം മുഴക്കിനാൾ സന്തുഷ്ടന തഥാ
രത്നകാരം നൽകി അവൾക്ക് അജൻ, ശ്രേഷ്ഠരത്നം നൽകി ശിവൻ, സർവ ബ്രഹ്മാണ്ഡ ദുർലഭം നൽകി വാസ്തവ കൃഷ്ണൻ സർവരത്നോത്തമം പരം, അതുല്യ രത്നഖചിതം കാലമൊന്നേകി രാധിക, മനോജ്ഞമാലയൊന്നും നൽകി ഭഗവാൻ ഗരേ, രത്നം പതിച്ച തങ്കത്തിന് മുതലം നൽകി ലക്ഷ്മിയും, മൂലപ്രകൃതിയാം വിഷ്ണുമായ നാരായണ പ്രിയ ദുർഗാദേവി തഥാ നൽകി ദുർലഭം ബ്രഹ്മശക്തി ഭക്തിയും ധർമ്മം കൊടുത്തു തമേലയും ധർമ്മബുദ്ധിയും ബ്രഹ്മാവിനാൽ പ്രേരിതനായ തഥാ ശ്രീശങ്കരൻ മുതാ രാസം ചേർന്ന് കൃഷ്ണഗീതമാതിൽ പോകിന ചിത്രപ്പാവന പോൽ നിന്നർത്ഥത മൂർച്ഛിച്ചു വിട്ടവർ ബോധത്തിലുള്ള നേരത്തെ രാസമണ്ഡലമാകവേ ജലസമ്പൂർണ്ണമായി കൊണ്ടാണ് രാധാകൃഷ്ണരാധയും ഉറക്കമാറിക്കുന്നത് ഗോപഗോപി സുരദ്വിജർ ശ്രീകൃഷ്ണൻ രാധയോടൊപ്പം അലിജ്ഞരെ തീർത്ഥമായി തീർന്നുപോയി എന്നോ തറിഞ്ഞു മുഖധ്യാന ശക്തിയ വാഴ്ത്തിനാർ. അതിനാൽ കൃഷ്ണൻ തന്നെ ബ്രഹ്മാവ് കൊണ്ടവർ നൽകിയാലും അങ്ങയെ കാണുവാൻ അന്നേരം കേൾക്കുവാനായി അന്നേരം കേൾക്കുമാറായി ശരീരിണി ഭക്തഭക്തയം ശക്തിരാധയം നിത്യാദേഹങ്ങളാൽ ഞങ്ങൾക്കെന്തോ കർത്തവ്യമോർക്കുകയും മനുക്കളും മർത്തിനും മർമ്മത്തെ സംശോധന മത്സരം എന്നെ കാണുന്ന പദത്തെ പ്രാപിപ്പോകാൻ ഭക്തി ഭൗതികമുടൽ കാണാൻ തിങ്കമൂല് ചെയ്യട്ടെ സുരമുഖരെ വേദാന്തശാസ്ത്രം വിരചിക്കുവാൻ ആ ജഗൽഗുരുവോട് പ്രജാപതി സർവവിഷ്ണവ്യഷ്ട മന്ത്രധ്യാന സഭകളും വിധികളും മന്ത്രകവച സ്തോത്രജാലവും അപൂർവതരം ഉണ്ടാക്കി വെക്കണം. നൂറായിരങ്ങളിൽ ഒരാളുണ്ടാകും എന്റെ ഭക്തനായി എൻ മന്ത്രഭൂതന്മാരെല്ലാം എൻ പദത്തിലടഞ്ഞിടും പരസ്യമായ തന്ത്രശാസ്ത്രം തീർന്നവരകിലും ഇതേ ലോകത്തിലടഞ്ഞിക്കും ബ്രഹ്മാണ്ഡം വ്യർത്ഥമായി വരും പഞ്ചീകരിച്ച് സൃഷ്ടിക്കുക. അതിനാൽ അഭിനത്തിലായി സ്വർഗത്തിൽ ലോകത്തിൽ അഭ്യുതം. അതിനാൽ തന്ത്രശാസ്ത്രത്തെ സദസ് നിർമ്മിക്കൽ ശംഭുവേഷനിൽ കാണുമാറാകും ഉടൽ വിരമിച്ച സനാതനം അർദ്ധിച്ചു ശംഭുടപ്പോൾ വിധാതാവതി ദുഷ്ടനേന്ദ്രഭാവൻ വാക്ക് കേട്ടപ്പോൾ ജ്ഞാനിപ്രവണം ശിവൻ ഗംഗാ ത്വയം കയ്യിൽ എന്ത് ശബ്ദം ചെയ്തതെങ്ങനെ ഇഷ്ടമായ വേദസാരം തന്ത്രശാസ്ത്രം ഗംഗാധരൻ കയ്യിലും വിദ്യാഭ്യാസം ബ്രഹ്മാവിന്റെ വയസ്സോളം കാലസൂത്രത്തിൽ വാണിടം ഗോലോകത്തിൽ ചേർന്ന ദേവസദസ്സിൽ ശിവൻ ഇങ്ങനെ ശബ്ദം ചെയ്യുകയെ രാധായുധം പ്രത്യക്ഷമായ ഹരി കൃഷ്ണനെ കണ്ട് സന്തുഷ്ടന്മാരെ ബ്രഹ്മാദിവാനവർ വാറ്റി സൂചിച്ചു കൊണ്ടാടി രാധാ മഹോത്സവം മുക്തിദീപത്തിന്റെ സത്രം പിന്നെ നിർമ്മിച്ചു ശങ്കരൻ ദുർലഭമായ സർവം ചൊന്നു തന്നു ഞാൻ രാധാ അലിരൂപത്തിൽ അങ്ങനെ ഗോലോകത്തിൽ പിറന്നതത്രേ ഭക്തി ബുദ്ധിമുട്ടി നജാനവി കൽപ്പിച്ചത് അവളർക്കുന്ന ഓരോ ലോകത്തിൽ ഹരി സർവബ്രഹ്മാണ്ഡ പൂജിത ഗംഗോൽപത്തി 12-ാം അധ്യായം ഗംഗാമഹത്യ